നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ പര്യടനം അവസാന ലാപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഹരിപ്പാട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി നമുക്കൊപ്പം ചേരുകയാണ്. സന്ദീപേട്ട നമസ്കാരം. തിരക്കിട്ട പര്യടനത്തിനിടയിലാണ്. എങ്ങനെ പോകുന്നു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ? വളരെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടിയിട്ടുണ്ട്. ഹരിപ്പാട് ഇത്തവണ അട്ടിമറി വിജയം ഉണ്ടാകാൻ പോകുന്ന കേരളത്തിലെ ആദ്യത്തെ മണ്ഡലമായിട്ട് മാറും. ഞങ്ങൾ പ്രചരണമൊക്കെ കണ്ടപ്പോൾ യൂത്തിൻ്റെ വലിയ സാന്നിധ്യം സന്ദീപേട്ടന് കൂടിയുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, യൂത്ത് മാത്രം എന്ന് ഞാൻ പറയുന്നില്ല. യൂത്ത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർക്ക് ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു MLA ആണിത്. ആ MLA കൊണ്ട് അവർക്ക് നാടിന് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ള അവരുടെ ജീവിതാനുഭവമാണല്ലോ. കാരണം അവർക്ക് നല്ലൊരു കളിസ്ഥലമില്ല, നല്ലൊരു തിയേറ്ററില്ല, അവർക്കൊരു റിക്രിയേഷന് വേണ്ട യാതൊരു സംവിധാനവും അവിടെ ഇല്ല, ഒരു സ്റ്റേഡിയം ഇല്ല. ഇതൊക്കെയല്ലേ നമുക്ക് വൈകുന്നേരം ചിലവഴിക്കാൻ ഒരു പാർക്ക് പോലും ഇല്ലാത്ത ഒരു നഗരമാണ്. ഏറ്റവും മനുഷ്യന് കുടിക്കാൻ കുടിവെള്ളമില്ല, നല്ലൊരു ആശുപത്രിയില്ല, റോഡില്ല, പാലമില്ല, വൃത്തിഹീനമായ സാഹചര്യം. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായി ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വളർന്നു വന്ന് അവർ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനെതിരെ തീർച്ചയായും പ്രതികരണം ഉണ്ടാവും. ഇവിടെ ഈ ദേശീയപാതയുടെ വികസനം വന്നതല്ലാതെ മറ്റെന്തെങ്കിലും അവിടെ എടുത്തു പറയാനുണ്ടോ? അല്ല, ദേശീയപാതയും ഹരിപ്പാടും തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ വിമാനം പോകുന്നില്ലേ മേളിക്കൂടെ? അതുപോലെ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ദേശീയപാതയെ അതുവഴി കടന്നു പോകും, അതൊന്നും ഒരു വിഷയമല്ല. ആ ദേശീയപാത വന്നപ്പോൾ തന്നെ ഹരിപ്പാട്ടുകാർക്ക് നാശമാണ് ഉണ്ടായത് സത്യത്തിൽ. കാരണം ഈ ദേശീയപാതയിൽ ഉണ്ടാകേണ്ട അലൈൻമെൻറ്റിൻ്റെ മാറ്റം തീരുമാനിക്കേണ്ടത് MLA MP അടങ്ങുന്ന പ്രാദേശികമായ ഭരണകർത്താക്കളാണ്. ആ ഭരണകൂടം അവരൊന്നും ചെയ്തിട്ടില്ല. നാരകത്തരയിൽ ഒരു അടിപ്പാത വേണമായിരുന്നു. ആ അടിപ്പാത BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും സംസ്ഥാന അധ്യക്ഷനും അടക്കം കൃഷ്ണദാസ് അടക്കമുള്ളവർ ഒരു 10 തവണയോളം ഡൽഹിയിൽ പോയി സാധിച്ചെടുത്താണത്. ഇതാ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഹരിപ്പാട് ആശുപത്രിയുടെ മുന്നിൽ വന്നിട്ട് എലിവേറ്റഡ് പാത അവസാനിക്കുകയാണ്. അങ്ങനെ ഒരു വികസനമുണ്ടോ? ആ എലിവേറ്റഡ് പാത ആശുപത്രിയുടെ മുൻപിൽ അവസാനിച്ച് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ മാധവ ജംഗ്ഷനിൽ പോയി U-turn എടുത്ത് തിരികെ വരണം. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് MLA ഇടപെടണ്ടേ? 2 കാലും കൂടി അപ്പുറത്തേക്ക് 2 തൂണും കൂടി ഇട്ടാൽ അതിനടി കൂടെ വാഹനത്തിന് കടന്നു പോകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് യാതൊരു ശ്രദ്ധയുമില്ല. അദ്ദേഹം ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ചാർജായിരുന്നു കുറേ കാലം. അവിടെ BJP 4-3 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കണ്ടേ? എന്തായാലും ഇത്തവണ ഹരിപ്പാട് പിടിക്കും, അങ്ങനെയാണ് നമ്മളുടെ പ്രതീക്ഷ. നമ്മൾ പിടിച്ചിരിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പര്യടനത്തിൻ്റെ തിരക്കിട്ട പര്യടനത്തിൽ തന്നെയാണ് സന്ദീപ് വാചസ്പതി ഹരിപ്പാട്ടുള്ളത്. ക്യാമറമാൻ ആദിത്യ ജെ രാജിനൊപ്പം അർജുൻ സി വാനജ്.